ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞല്ലോ. ഞാൻ പതുക്കെ എഴുന്നേറ്റ് വന്നു. ആ ഷർട്ടൊന്ന് അഴിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ പോയി അതോടുകൂടി. ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഇരിക്കുകയല്ലേ അസുഖമായിട്ട്. അപ്പം ഞാൻ മനസ്സോടെ നാണിച്ച് വിഷമിച്ച് ഷർട്ടം കഴിച്ചു. അപ്പം പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ നാച്ചുറലായിട്ടൊരു അടുപ്പം ഉണ്ടായി. കൊച്ചു പിള്ളേർ തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എ ബിഗിനർ ഐ ഷുഡ് ടെൽ ദിസ്, ഇത് മാതിരി ഒരു ലെജൻഡറി ഡയറക്ടർ, ഇത് മാതിരി ഒരു കാമൻ കൂൾ ഡയറക്ടർ കിട്ടുന്നത് ഭാഗ്യമാണ്. ഇതാ ഇവിടെ വരയില് ഞാൻ മാസ്റ്റർ രഘു എന്ന് പറയുന്ന പയ്യന്റെ വോയിസ് ഞാനായിരുന്നു. ഓ ശരി, അത് ആണോ? അതെനിക്കറിയില്ലായിരുന്നു, ഓർമ്മയില്ല. വ്യത്യസ്തമായ കഥകൾ കൊണ്ടും അതിനേക്കാൾ വ്യത്യസ്തമായ കഥാകഥനങ്ങൾ കൊണ്ടും മലയാള സിനിമയുടെ വെള്ളിത്തിരയെ അദ്ദേഹം വിസ്മയിപ്പിച്ചു. ചുരുണ്ട് ഇടതൂർന്ന മുടിയും സ്വപ്നം മയങ്ങുന്ന കണ്ണുകളും സവിശേഷമായ സംഭാഷണ ശൈലിയും കൊണ്ട് ഒരു സൂപ്പർ താരത്തോളം ആരാധകരുണ്ടായിരുന്ന ആ പ്രതിഭാധനന് കരിയറിലെ ആദ്യ തട്ടകമായത് ആകാശവാണിയാണ്. കേവലം വാർത്താവായനയിൽ പോലും ആരാധക സഹസ്രങ്ങളെ സൃഷ്ടിച്ച ആ ബഹുമുഖ പ്രതിഭ തന്റെ എണ്ണം പറഞ്ഞ സാഹിത്യ രചനകൾക്കിടയിൽ ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത് മലയാള സിനിമയുടെ സുഹൃതം തന്നെയായിരുന്നു. സ്വയം സംവിധാനം ചെയ്തതുൾപ്പെടെ ക്ലാസും മാസും കൈയടിച്ച 36 തിരക്കഥകൾ സമ്മാനിച്ച് ചലച്ചിത്ര രചനയുടെ ദൃശ്യ വ്യാകരണം മാറ്റി എഴുതിയ അഭ്ര ഗന്ധർവൻ. ക്ലാരയും ജയകൃഷ്ണനും, സോളമനും സോഫിയയും, പപ്പുവും രതിച്ചേച്ചിയും, തകരയും സുഭാഷിണിയും, ആലീസും രവി പുത്തൂരാനും, വിശ്വനാഥനും, കളൻ പവിത്രനും, ഷേർലിയും, റോയ് വർഗീസും, ഗന്ധർവനും മുതൽ എത്രയോ സ്വപ്ന തുല്യമായ കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച അനശ്വര ജന്മം. ഓർമ്മയിലെന്നും പത്മരാജൻ. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. മികച്ച ഒരു സംവിധായകന്റെ മികച്ച സിനിമയും മികച്ച കഥാപാത്രങ്ങളും എപ്പോഴും പൂർണ്ണമാവുന്നത് ആ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ പൂർണ്ണതയോടെ അവതരിപ്പിക്കാൻ കെൽപ്പുള്ള അഭിനേതാക്കളെ ആ സംവിധായകന് കിട്ടുമ്പോഴാണ്. അഥവാ അത് കിട്ടുന്നില്ലെങ്കിൽ അത് കണ്ടെത്തുമ്പോഴാണ്. പത്മരാജൻ എന്ന സംവിധായകൻ കണ്ടെത്തിയ ഒരു നടൻ. മലയാള സിനിമയിൽ കുറേയധികം കാലങ്ങളായി നമ്മളെ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന ഒരു നടൻ. പെരുവഴിയമ്പലം എന്ന ചിത്രത്തിലെ രാമൻ എന്ന കഥാപാത്രത്തിലൂടെ പത്മരാജൻ എന്ന അതുല്യനായ സംവിധായകൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നടൻ. ഒരുപക്ഷെ ജഗതി ചേട്ടനോടൊപ്പം തന്നെ പത്മരാജൻ സാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു നടൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അശോകൻ. നമസ്കാരം. അശ്വൻ ചേട്ടാ, സ്വാഗതം പരിപാടിയിലേക്ക്. ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞു, ജഗതി ചേട്ടനൊപ്പമോ കഴിഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ പത്മരാജൻ എന്ന സംവിധായകൻ ആവർത്തിച്ചിട്ടുള്ള അഭിനേതാക്കളിൽ ഒരാളാണ് അശോകൻ ചേട്ടൻ. തുടക്കകാലം എത്രയോ അധികം സിനിമകളിൽ മികച്ച ഒരുപാട് കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ട്. പെരുവഴി അമ്പലത്തിലെ രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പം അന്ന് മലയാള സിനിമയിൽ നിലനിന്ന് പോന്നിരുന്ന നായക സങ്കല്പങ്ങൾക്കൊക്കെ ചേരുന്ന ഒരു രൂപമോ ഭാവമോ എന്താ പറയുന്ന അത്തരത്തിലുള്ള ഒരാളെ അല്ല അശോകൻ ചേട്ടൻ. ആ കഥാപാത്രത്തിന് ഇണങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും എളുപ്പത്തിൽ അങ്ങനെ ഒരാള്, അതുപോലൊരു കഥാപാത്രം, അതുപോലൊരു സിനിമ, അതുപോലൊരു കാസ്റ്റിംഗ്, അതൊരു അത്ഭുതമാണ്. അപ്പം 1978 തോന്നുന്നു അല്ലേ 78 ഷൂട്ടിങ്. 78 ഷൂട്ട് ചെയ്തു, 79 റിലീസ് ചെയ്തു. അപ്പോൾ നമുക്ക് 78 വേണം അശോകൻ ചേട്ടൻ വരുമ്പോൾ തുടങ്ങാൻ. അതിന് മുമ്പേ സാറുണ്ടെങ്കിലും തിരക്കഥാകൃത്തായിട്ട് അദ്ദേഹം മലയാള സിനിമയിലുണ്ടെങ്കിലും അവിടെ തുടങ്ങണം. അശോകൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ബന്ധം തുടങ്ങുന്നത്? ഈ പെരുവഴിയമ്പലം എന്ന നോവല് അന്ന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്.
അത് ഞാൻ വായിച്ചിട്ടില്ല, അയാളറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ അന്നത്തെ ഒരു സിനിമ പ്രസിദ്ധീകരണമായ ചിത്രരമ എന്നൊരു എൻ്റെ ഓർമ്മയാണ്. അതിനകത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു. പ്രശസ്ത സാഹിത്യകാരൻ പി പത്മരാജൻ ചലച്ചിത്ര സംവിധായകനാകുന്നു. ഇതിൽ പിന്നെ അഭിനയിക്കാൻ, പ്രധാന വേഷം അഭിനയിക്കാൻ 15-നും 18-നും മധ്യേ പ്രായമുള്ള ആൺകുട്ടികളെ ആവശ്യമുണ്ട്. ഇതാണ് ന്യൂസ് കാണുന്നത്. നമ്മളിതൊക്കെ സിനിമാസികളൊക്കെ സ്ഥിരം കാണുമ്പോൾ എല്ലാ സിനിമ പലതും പോയി കാണുകയൊക്കെ ചെയ്യുമെങ്കിലും ഇതിങ്ങനെ വായിച്ച് നമ്മളങ്ങ് വിട്ടു. അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ ഇതിനകത്ത് ഇത് എൻ്റെ ബ്രദർ കണ്ടിട്ട് പറഞ്ഞു, നീ ഒന്ന് അയക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് എനിക്ക് അഭിനയോട്ട് യാതൊരു ബന്ധം പോലും ഇല്ല. അപ്പം അന്ന് ഈ പാട്ടുകാരനാണ്, അപ്പോൾ പാട്ട് പാടണമൊക്കെ സിനിമയിൽ പാടണമെന്നൊക്കെ ഒരു മോഹമായിരുന്നു എന്നുള്ളത്. ഇതാ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. പാട്ടാണ് മെയിൻ. അഭിനയം സൈഡ് പോലും ഇല്ല, ഒന്നുമില്ല. സിനിമ എല്ലാം കാണും സിനിമ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ ഒരു ഇതൊക്കെ എഴുതി ഈ അഡ്രസ്സിൽ, അപ്പോൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പ്രൊഡ്യൂസർ പ്രേംപ്രകാശ് ചേട്ടൻ്റെ അഡ്രസ്സാണെന്ന് തോന്നുന്നു. അതിലൊക്കെ അയച്ചു. അപ്പോൾ നമ്മൾ തമാശയായിട്ട് ഇതൊക്കെ അയക്കുന്നത് ഒരിക്കലും കിട്ടത്തില്ലെന്നറിയാം. കാരണം നമ്മുടെ ഈ രൂപം വെച്ച് ജീവിതത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല അന്നത്തെ. അങ്ങനെ അയച്ചപ്പോൾ ഒരാഴ്ചപ്പോൾ അതിന് മറുപടി വന്നതിന് നിങ്ങളുടെ കത്ത് ഫോട്ടോയും കിട്ടി. പിന്നെ തിരുവനന്തപുരം ഹോട്ടൽ നികുഞ്ചം, വഴുതക്കാടുള്ള നികുഞ്ചത്തിൽ ജൂണിലാണ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുക. 7 or 8 തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. വന്ന് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കത്ത്. ഇതൊരു കത്ത് കിട്ടിയപ്പോൾ ഒരു സിനിമ, അതും പ്രൊഡ്യൂസറും നടനും ഒക്കെ ആണല്ലോ അദ്ദേഹം. അപ്പം ഞാനത് ഭയങ്കര ഹാപ്പിയാണ്, വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ചുമ്മാതെ രസത്തിലങ്ങ് ഇറങ്ങി. ബ്രദറോടാണ് വന്നിരുന്നത്. അങ്ങനെ നികുഞ്ച ഹോട്ടലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അന്ന് ഞാൻ ചെല്ലുന്ന ദിവസം ഒരു 500 അടുത്ത് അന്നത്തെ പിള്ളേരിരിക്കുക. ഞാൻ ഇവരെല്ലാം കണ്ട് വാസ്തവത്തിൽ ബോധം കെട്ടുപോയി. അപ്പോൾ സുന്ദരന്മാരെ ഒരു പിള്ളേരാണ്, ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് അങ്ങ് പതുക്കെ സ്ഥലം വിട്ടാലോ, നാണക്കേടാ. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നാണക്കേടില്ല, ഒരിക്കലും കിട്ടാൻ വഴിയില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പമൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ അപ്പോൾ ഇൻ്റർവ്യൂ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അപ്പോൾ താഴെ പിന്നെ ഒരു കാറ് വന്നു നിന്നു. ഞങ്ങൾ മേളത്തേലായി പിള്ളേരൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ പ്രേംപ്രകാശ് ഘട്ടം വന്നിട്ട് ഇടയ്ക്ക് ഈ പിള്ളേരൊക്കെ അത് പരിചയപ്പെട്ടു, എന്നെയും പരിചയപ്പെട്ടു. അപ്പോൾ എന്നെ കുറച്ച് നേരം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ, എനിക്ക് തോന്നി. അപ്പോൾ അയച്ച ഫോട്ടോ എടുത്തിട്ട് ഇതല്ലേ അശോക് കുമാർ, ഇതല്ലേ അതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കുറേ കാര്യം വെച്ചു. അദ്ദേഹം താഴോട്ടങ്ങ് പോയി. അങ്ങനെ ഒരു കാറ് താഴെ വന്നപ്പോൾ ആരൊക്കെയോ പിള്ളേർ പോയി അത് പറഞ്ഞു, പത്മരാജ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ വെള്ള ഫിയറ്റ് വണ്ടിയിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് താടിയൊക്കെ ആയിട്ട് സുമുഖനായ അദ്ദേഹത്തോട് കാണുകയാണ്. അപ്പം അങ്ങനെ ഹോട്ടലിനകത്തേക്ക് റിസപ്ഷനിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് കുറേ കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ പിള്ളേർ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങി ഇൻ്റർവ്യൂവിനായിട്ട്. ഏറ്റവും അവസാനമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം വിളിച്ചപ്പോഴും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കറിയാച്ചൻ ചേട്ടൻ വന്നിട്ട് ഫോട്ടോയൊക്കെ കാണിച്ചു. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എവിടെയോ ഒരു കാര്യമൊന്നും ഇല്ലെങ്കിൽ എവിടെയോ ഒന്ന് കത്തി ഒരു പ്രതീക്ഷയുടെ ഒരു അംശം വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ അവസാനം വിളിച്ചെന്നെ. അവസാനം ഞാൻ ചെന്നപ്പോൾ അതിനകത്ത് പപ്പേട്ടനുണ്ട്, പ്രേംപ്രകാശ് ചേട്ടനുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ണർ കുഞ്ചപ്പനുണ്ട്, പിന്നെ ജോഷി മാത്യു ഉണ്ട്, അസോസിയേറ്റ് അജയൻ ചേട്ടനുണ്ട്, കൃഷ്ണൻകുട്ടി നാരി ചേട്ടനുണ്ട്. ഇത്രയും പേരുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ മുതുകുളത്ത് അടുത്താ വീടല്ലേ? എന്നോട് ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു, ഈ സിനിമയിൽ അഭിനയിക്കണം എന്താ താല്പര്യം എന്താ? പത്മനാഭൻ ചോദിക്കാനോട്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ചെറിയ പാട്ടുകാരനൊക്കെ ആയത് കാരണം കോളേജിലും സ്കൂളിലൊക്കെ പാടും, അതുകൊണ്ടാണ് അങ്ങനെ താല്പര്യം വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണല്ലോ, അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പതൊക്കെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അടിമുടി ഇങ്ങനെ നോക്കി, അല്ല അവിടെ ആ ഷർട്ടൊന്ന് അഴിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ പോയി അതോടുകൂടി. ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഇരിക്കുകയല്ലേ അസുഖമായിട്ട്. അപ്പം ഞാൻ മനസ്സോടെ നാണിച്ച് വിഷമിച്ച് ഷർട്ടം കഴിച്ചു. പിന്നെ എനിക്ക് ആരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു മടി ചമ്മലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരി ഒരു കാര്യം ചെയ്യൂ, വൈകുന്നേരം ഹോട്ടൽ പാരമൗണ്ടിൽ എന്നെ ഒന്ന് കാണണം 6 മണിക്ക്. അപ്പോൾ പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഹോട്ടലില്ല. അപ്പം വൈകുന്നേരം അപ്പം ഇത് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ എവിടെയൊക്കെ ആയി തുടങ്ങി. ആവശ്യമില്ല. വൈകുന്നേരം ഞങ്ങൾ വീണ്ടും പാരമൗണ്ടിൽ ചെന്നപ്പോൾ അന്ന് ഈ സെയിം ടീം തന്നെ ഉണ്ടപ്പോഴും. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ മനസ്സിലൊക്കെ അവരെ ഏതാണ്ട് ഉറപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പിന്നെ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ പരിചയമൊന്നുമില്ല. അത് ശരി. സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്പോർട്സിലങ്ങനെ താല്പര്യമില്ല, അതൊക്കെ കാണും, അത്രയേ ഉള്ളൂ. അതെന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അബദ്ധത്താൽ പറഞ്ഞു, എനിക്ക് ഈ കുറച്ച് മുമ്പ് എനിക്കൊരു അസുഖം വന്നിരുന്നു, റൊമാറ്റിക് ഫിയർ എന്നൊരു അസുഖം വന്നിരുന്നു. അപ്പോൾ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കാലത്തേക്ക് സ്ട്രെയിനൊന്നും പാടില്ല. ഇത് പറഞ്ഞുകൂടി ഞാൻ കാണുന്നത് പപ്പേട്ടൻ ആകപ്പാടെ വളരെ അപ്സെറ്റ് ആയിരിക്കുക. എന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ചു നേരം മൗനമായിട്ടിരുന്നു. എന്നിട്ട് അവരൊക്കെ തമ്മിൽ എന്തോ സംസാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, കൃഷ്ണൻകുട്ടി ആരോട്ടോട് പപ്പേട്ടൻ ചോദിച്ചു, സാറേ നിങ്ങളുടെ ആ കാവാലത്തിൻ്റെ അതിനകത്തെ ഒരു ഡയലോഗ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു, അവനൊന്ന് പറയുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതോട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സകല ജീവനും പോയി. കാരണം ഒരിക്കലും ഡയലോഗ് ഞാൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. തകർന്നു പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ഈശ്വര ഈ ഡയലോഗ് കിട്ടല്ലേ പ്രാർത്ഥിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ഈ പത്മരാജേട്ടൻ്റെ പറഞ്ഞു, അന്ന് വേണ്ട സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല ഇങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ സിനിമയിൽ എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഞാൻ ആദ്യം ചെയ്ത സിനിമ, പ്രൊഡ്യൂസർ ലക്ഷങ്ങൾ മുടക്കുന്ന ഒരാൾ, പുള്ളിയുടെ ആദ്യ സിനിമ. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് നിങ്ങളുടെ ആദ്യത്തെ സിനിമ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ മിക്കവരൊക്കെ അസ്തമിച്ചു. നിരാശരാ തിരിച്ച് വീട്ടിൽ പോയി എന്ന്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മരാജേട്ടൻ ഇവിടെ മുതോളത്ത് അദ്ദേഹം തറവാട്, ഞാൻ അടുത്തടുത്തല്ലേ ഞങ്ങൾ. അവിടെ വന്നപ്പം ഞാൻ ഓണ സമയമാണ്. ഞാൻ പതുക്കെ എൻ്റെ കോളേജിൽ പോകുന്ന സൈക്കിളൊക്കെ എടുത്ത് പതുക്കെ ഒന്ന് കണ്ട് ഒന്ന് ഒന്ന് സോപ്പൊക്കെ ഇടാമെന്ന് കരുതി ചെന്നു. അപ്പോഴത്തെ ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ അഭിനയിച്ച 2 പേരാണ് ഓൾമോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നീട് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എന്നെ തന്നെ പടത്തിൽ ഇടണം എന്ന് പറഞ്ഞു. റൊമാറ്റിക് ഫീവർ ഒക്കെ നല്ലാണ്ട് കാര്യമായിട്ടില്ല. ഇല്ല, അത് ഞാൻ ഇപ്പം ഞാനൊരു ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും. അത് പറഞ്ഞെന്താ പറയുമോ, ഞാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി തരാം. അത് എപ്പോഴും അതെല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലേ. അതല്ല എന്തായാലും അതൊക്കെ ചേട്ടൻ പറഞ്ഞു, അല്ലേ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നൊരു വീണ്ടും വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാൽ ഏതോ ഒരു 10% പരസ്യ പ്രതീക്ഷ ഞാൻ വീണ്ടും സൈക്കിളിൽ പോയി. അത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ട്രങ്കോൾ വീട്ടിൽ വരുന്നത്. അന്ന് സ്റ്റഡി ഇല്ലല്ലോ, മൊബൈലൊന്നുമില്ല. ട്രങ്കോൾ അത് ഞാൻ പ്രൊഡക്ഷൻ മാനേജർ പിള്ളയാണ്. പത്മരാജ സാറ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ഉടനെ തന്നെ തിരുവനന്തപുരത്ത് വരണം, ഹോട്ടൽ അമൃതയിൽ വരണം എന്ന് പറഞ്ഞു. ചെന്നപ്പോഴാണ് പറയുന്നത്, ഏതായാലും ഞങ്ങൾ നിന്നെ തന്നെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ കറിയാസൻ ചേട്ടനുണ്ട് കൂടെ, 2 പേരുടെ ഷൂട്ടിംഗ് ഡേറ്റൊക്കെ അറിയിക്കുക. അപ്പം ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. കാരണം സെക്കൻഡ് ഗ്രൂപ്പാണ് ഞാൻ. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലൊക്കെ അല്ലേ ഞാൻ പറഞ്ഞുണ്ട്, അതെന്ത് ചെയ്യും, അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ പെരുവഴി അമ്പലം എന്ന് പറയുന്ന സിനിമയിലെ ഹീറോ ആയിട്ട് അശോകൻ ചേട്ടൻ എത്തുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ പ്രേമരാജ് എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യമായിട്ട് നിർമ്മിക്കുന്നു. സർവോപരി അതിനു മുമ്പ് എത്രയോ സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അല്ലെ, ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള പത്മരാജൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ആദ്യമായി സംവിധായകനാകുന്നു. പെരുവഴി അമ്പലം എന്ന് പറയുന്ന ചിത്രം അന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളൊരു വലിയ ചിത്രമായി കേരള ജനത മുഴുവൻ അംഗീകരിച്ച ഒരു ചിത്രമായി മാറി. പത്മരാജൻ എന്ന അതുല്യനായ അപൂർവനായിട്ടുള്ള ഒരു സംവിധായകന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര നമുക്ക് ഇനിയും തുടരാം. അശോകൻ ചേട്ടാ ഇരിക്കും. പെരുവഴി അമ്പലത്തിലെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു രൂപവും നമുക്കിപ്പോൾ ആ സിനിമ കാണുമ്പം അത് അശോകൻ ചേട്ടന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതിന് ശേഷം ഒരിടത്തൊരു ഫയൽവാൻ എന്ന് പറയുന്ന ചിത്രത്തിലെ കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം, ഇടവേളയിലെ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം, തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ വേണു, അരപ്പെട്ട ഗ്രാമത്തിലെ ഹിലാൽ എന്ന് പറയുന്ന കഥാപാത്രം, തൂവാനത്തുമ്പികളിലെ ഋഷി എന്ന് പറയുന്ന ക്യാരക്ടർ, മൂന്നാം പക്കത്തിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ, സീസണിൽ പൊറിഞ്ചു, ഇങ്ങനെ ഇത്രയും ക്യാരക്ടറുകൾ നിരന്തരം ഈ സംവിധായകൻ അശോകൻ ചേട്ടനെ വിളിക്കുകയാണ്. അതൊരു സംവിധായകൻ ആക്ടർ ബന്ധമായിരുന്നു, ഒരു സൗഹൃദമായിട്ട് ഒരുപാട് അങ്ങനെ ചോദിക്കാനുള്ള ഒരു നമ്മുടെ മനസ്സും അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ, പക്ഷേ ഫ്രീ ആയിരുന്നു, പേട്ട വളരെ ഫ്രീ ആയിരുന്നു. പിന്നീട് അങ്ങനെ ആയിരുന്നു, നമ്മുടെ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും വെച്ച് തന്നെ ആയിരുന്നു അവസാനം വരെയും. അല്ല, ഞാൻ ആലോചിക്കുന്നത് അതിനകത്ത് ഈ ഒരു നടനെ ഇങ്ങനെ ഒരുക്കി എടുക്കുന്നതിൽ ഇന്നും ഇപ്പൊ കാലം കുറെ മാറി, മാധ്യമങ്ങൾ മാറി, പക്ഷേ പലപ്പോഴും നമ്മൾ ആണുങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇത്തിരി
വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സൂചന ആർക്കെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന മീമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും നമ്മുടെ തൂവാനത്തുമ്പികളിലെ അശോകൻ ചേട്ടൻ്റെ ഒരു നാണമുണ്ട്. ആ. എവിടെ ഒരു വല്ലാത്ത നാണം ഏതോ ഒരു സ്ഥലത്ത് ഋഷിയുടെ ഒരു നാണം ഇടുന്നുണ്ട്. ആ നാണമൊക്കെ ഇപ്പോഴും അതൊക്കെ ഒറ്റ ടേക്കാണോ, അതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ അതെനിക്ക് തോന്നുന്നത് പിന്നെ തൃശ്ശൂർ ഒരു ബിന്നി ടൂറിസ്റ്റ് ഹോമുണ്ട്. ആ, ഈ പറഞ്ഞ ഒരു സീനാണ് മനസ്സിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും. അതെ, അവിടെ എടുത്തത് ആ. അങ്ങനെയാണ്. അപ്പം വടക്കുന്നാഥൻ ക്ഷേത്രം, ഒന്നാം രാഗംപാടി പാട്ടൊക്കെ അടങ്ങുന്ന തൃശ്ശൂരിലാണത്. കേരളവർമ്മ കോളേജിലൊക്കെ ആണല്ലോ നടക്കുന്നത്. അതെ അതെ. അപ്പൊ അതിലാണ്. അപ്പം ഈ എഴുത്തുകാരൻ, സംവിധായകൻ ഇതിനു മുമ്പ് വായിച്ചിട്ടൊക്കെ ഇല്ലേ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ ഇഷ്ടം പോലെ? വായിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പെരുവഴി അമ്പലം എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ എല്ലാം എന്നെ ഫിക്സ് ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു, നീ ആ നോവൽ എടുത്ത് വായിക്കണം. മാതൃഭൂമിയിലുണ്ട് 11 ലക്കമുള്ള ചെറിയ നോവലാണ്, വായിക്കണം. ഞാൻ അതിനുശേഷം അത് ഇങ്ങനെ ഒരു നോവൽ വേണമെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ശേഷമാണ് അത് വായിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ തന്നെ ചെറുകഥകളും നോവലുകളൊക്കെ ഇഷ്ടംപോലെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പറഞ്ഞത് തൂവാനത്തുമ്പികളെ പറ്റിയാണ്ട് ഉദകപ്പോള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയാണ് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയായിട്ട് പിന്നീട് മാറ്റിയിട്ടുള്ളത്. പൊതുവെ അതിന്റെ ഒരു സാഹിത്യം അതിൽ പൊതുവെ പലതിലും ഒരു സാഹിത്യത്തിൻ്റെതായ ഒരു ഗുണം പല സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സംവിധായകൻ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, അദ്ദേഹത്തിന് ശേഷമൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയധികം കൃതികൾ ഒരാളെ പറ്റി ഉണ്ടായിട്ടുള്ളതും ഒരാൾ എഴുതിയത് ഇപ്പം ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പിന്നീട് സിനിമയായിട്ടുണ്ട്. പക്ഷെ ഒരു സംവിധായകനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് അദ്ദേഹവുമായി ആത്മബന്ധമുള്ള ആളുകളെല്ലാം ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളൊരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ പുസ്തകങ്ങളാകുമ്പം ഒരുപാട് വിറ്റുപോകുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹവുമായി ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം പുസ്തകങ്ങളാക്കി എഴുതുന്നു. ഒരുപക്ഷെ ഭാര്യ ഒന്നിലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റിയുള്ള അതൊരു വലിയ അപൂർവതയാണ്. ഒന്നല്ല, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഒരാൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പത്മരാജൻ എന്ന് നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന സംവിധായകന്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ നമ്മളോടൊപ്പം എത്തുകയാണ്. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും പത്മരാജൻ എന്ന ഈ ലക്കത്തിലേക്ക് രാധാലക്ഷ്മി പത്മരാജൻ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, സ്വാഗതം. ഞാനിപ്പോൾ അശോകേട്ടനോട് പറയായിരുന്നു, ഒരു സംവിധായകനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പിന്നീട് വന്നിട്ടുള്ളത് പത്മനാഭൻ സാറിനെ കുറിച്ചാണ്. അതിൽ 7 പുസ്തകങ്ങൾ അമ്മ തന്നെ എഴുതിയിട്ടുള്ളതാണ്. 7 പുസ്തകങ്ങളില് ഒരെണ്ണം പത്മരാജനെ കുറിച്ചല്ല, ഒരു നോവലാണ്. അതിൽ ഈ എന്റെ ഗന്ധർവൻ എന്ന് പറയുന്ന ബുക്ക് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഓർമ്മകളുള്ള ഒരു ബുക്കല്ലേ, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മ വന്നപ്പം താഴെ ചെന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം ഒരു വരി എന്നോട് പറഞ്ഞത്, കല്യാണം എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. അതെങ്ങനെയാണ് എവിടെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. പല കല്യാണാലോചനകൾ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പത്മരാജന്റെ ഭാര്യ എന്നറിയപ്പെടാനാണ് എൻ്റെ നിയോഗം. അത് അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ ആയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അനന്തപത്മനാഭനോടും മകൻ അദ്ദേഹത്തിനോടും ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് ആകാശവാണിയിലെ ജോലിക്കാരാണ് രണ്ടുപേരും, അങ്ങനെയല്ലേ? അതെ, ഞാനാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ഒരു ഏപ്രിൽ 21 ഞാൻ ജോയിൻ ചെയ്തു. 26 അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് ആദ്യം ടേൺ ടേബിളും ടേപ്പ് ഡെക്കും ഒക്കെ എങ്ങനെ ഓൺ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാനായിരുന്നു. ഏതാ വർഷം? 65. 1965. ഞങ്ങൾ രണ്ടിനും കോളേജിൽ നിന്ന് പാസ്സായിട്ടേ ഉള്ളൂ. ഞാൻ 64 പാസ്സാവുന്നത്, അദ്ദേഹം 63 പാസ്സായി. തൃശ്ശൂർ ആകാശം. അതെ, ആ സമയത്ത് ചേട്ടൻ കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ അല്ലേ, അവിടെ 65 ആദ്യമായിട്ട് എഴുതുന്നത്. 65 ലോല മിൽഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് ആണ് ആദ്യത്തെ പബ്ലിഷ് ചെയ്യുന്ന കഥ. അതെ, അവിടെ ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ
അമ്മയാണ്. അതെ, ഇതെങ്ങനെയാ ഈ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ സീനിയറായിട്ട് വന്നത് ഞാനായതുകൊണ്ട് 4-5 ദിവസത്തെ സീനിയോറിറ്റി ഉണ്ടല്ലോ, അപ്പം ഞാനാണത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നല്ല കൗമാരക്കാരനായിട്ട് നിൽക്കുന്ന ആളാണ്. സിനിമ സ്വപ്നങ്ങളൊക്കെ ആ സമയത്തുണ്ടോ? 20 വയസ്സായിട്ടില്ല. 20 വയസ്സായിട്ട് കോളേജിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, കൊച്ചു പയ്യനല്ലേ. അവര് വരുന്നു. അതിനുശേഷം ഒരു വിവാദ പ്രണയമായിരുന്നു അത്. ആ സമയത്ത് ഞാൻ മോനെ വിളിച്ച് ചോദിച്ചു, കാരണം എനിക്ക് അമ്മയെ വിളിച്ച് ചോദിക്കാൻ പറ്റൂല. അപ്പം അനന്തപത്മനാഭനാണ് എനിക്ക് കുറെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. കാരണം ആ സമയത്ത് ഈ അമ്മയുടെ തറവാടെന്ന് പറയുന്നത് വലിയൊരു പാരമ്പര്യം, എഴുത്തച്ഛനൊക്കെ വീട്ടിൽ വരുമായിരുന്ന അതുപോലെയൊക്കെയുള്ള അല്ലേ, എഴുത്തച്ഛൻ വന്നിരുന്ന വീടാണ് എൻ്റെ. ഈ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന തറവാടും പത്മനാഭൻ സാറ് തിരുവനന്തപുരംകാരൻ, കൊടും വിപ്ലവമായിരുന്നു. എന്നിട്ട് അമ്മേനെ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോവുക ചെയ്തില്ലേ? അതെന്താന്ന് വെച്ചാല് അവിടെ വേറെ സ്ത്രീകൾ ആരുമില്ല. അപ്പൊ കൂട്ടത്തിൽ കുട്ടികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് പാസ്സായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം മാത്രമല്ല, ഞങ്ങളാണ് എപ്പോഴും അനൗൺസേഴ്സാണ് ഒന്നിച്ച്. ഞങ്ങൾ രണ്ടുപേരും അനൗൺസേഴ്സ് ആയിരുന്നു. പിന്നെയാണ് വെൺമണി ഉത്സവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ അനൗൺസേഴ്സും എല്ലാവരും ഒരു ഡ്യൂട്ടി ഓഫീസേഴ്സും ഒരു മുറിയിലായിരിക്കും, എൻജിനീയേഴ്സൊക്കെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഡ്യൂട്ടിയിലേക്ക് വരുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ നാച്ചുറലായിട്ടൊരു അടുപ്പം ഉണ്ടായി. കൊച്ചു പിള്ളേർ തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ഈ പത്മരാജൻ ചിത്രങ്ങളിലെ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിൽ, പല ചിത്രങ്ങളിൽ, പല കഥാപാത്രങ്ങളിലൂടെ യാത്ര ചെയ്ത് നോക്കുമ്പം വളരെ വേറിട്ടതാണ്. തീവ്രമായിട്ടുള്ളതാണ്, വളരെ വിഭിന്നമായിട്ടുള്ള വഴികളിലുള്ളതാണ്. നമ്മൾ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ കൺവെൻഷനലായിട്ട് പുറത്ത് ഉറക്കെ പറയാൻ ഭയക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രണയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ, അത് രതിചേച്ചിയും പപ്പുവാണെങ്കിലും ശരി, പലതുമാണെങ്കിലും ശരി. പക്ഷേ ആൺപെൺ പ്രണയങ്ങൾക്കപ്പുറം അന്നത്തെ കേരള സമൂഹത്തിലെ ഒരു വാണിജ്യ സിനിമയിൽ പറയാൻ അല്ലെങ്കിൽ പറയാൻ ആരും മുതിരാത്ത കഥകളിലൊന്നായ ഒരു സ്വവർഗാനുരാഗം വിഷയമാക്കിയ ഒരു സിനിമ അന്ന് ദേശാടനക്കിളി കരയാറില്ല എന്ന് പറയുന്ന ചിത്രം ചെയ്യുകയും അതേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറിയ, പിന്നീട് വീണ്ടും പത്മരാജൻ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രി. ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഒരാളെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, പ്രിയപ്പെട്ട ശാരി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, സ്വാഗതം. ഞങ്ങളിങ്ങനെ സിനിമ കഥകൾ, സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള കഥയിലൊന്ന് തൊട്ടുവെച്ചു ആകാശവാണിയിൽ, പിന്നെ വീണ്ടും ഒന്ന് സിനിമയിലേക്ക് വന്നു. ദേശാടനക്കിളി കരയാറില്ല, അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ സോളമനും സോഫി എന്നൊക്കെ പറയുന്നത് വൺസ്, ഇപ്പോൾ എത്ര വർഷം, 40 വർഷം അല്ലെ 35 വർഷം മുമ്പ് വൺസ് ഒരു സിനിമയും അതിലൊരു കഥാപാത്രവും ഒരു ആർട്ടിസ്റ്റിന് അത്ര ഇണങ്ങി കിട്ടിയാൽ പിന്നെ അവരുടെ ലൈഫ് ലോങ് അതൊരു അസറ്റാണ്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ദേശാടനക്കിളി കരയാറില്ല പോലെയുള്ളൊരു പടം അന്ന് പത്മനാഭനെ പോലൊരു സംവിധാനം വിളിക്കുമ്പം ഒന്ന് സംശയിച്ചിരുന്നു. ഒന്ന് അങ്ങനെ ഒരു പടത്തിന്റെ കഥ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു ഹീറോയിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇതാണോ വേഷം, അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു തമിഴ് പടത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് പത്മനാഭൻ സാറ് എൻ്റെ വീട്ടിൽ വരുന്നു. ഫുള്ള് അവരുടെ ടീം മുഴുവൻ ഉണ്ടായിരുന്നു. ലത്തീഫ് ഖാൻ ഉണ്ടായിരുന്നു, പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, പത്മനാഭൻ സാർ ഉണ്ടായിരുന്നു. കുറേ ഒരു 7-8 പേര് വന്നിരുന്നു. പിന്നെ ഇത് മലയാളം പടമാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. ദെൻ എൻ്റെ വീട്ടിലെല്ലാവർക്കും കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ആ ക്യാരക്ടറൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇത് 2 പെൺകുട്ടികളുടെ കഥയാണ്, സോ ഈ കുട്ടിയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞു. എന്നെ നോക്കിയിട്ട് ദിസ് ഗേൾ വിൽ ബി ഷീ ഈസ് ഡൂയിങ് ദ ഹീറോ ലീഡ്, 2 കുട്ടികളുടെ കഥയാണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്കത് ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് റോൾ. ഭയങ്കര ബോൾഡായിട്ട് പിന്നെ
വാക്കിംഗ് സ്റ്റൈലും പിന്നെ ആ ചുവിങ്കമിട്ട് ഇത് എല്ലാം പിന്നെ ഒരു വേറെ മാതിരിയൊക്കെ ഒരു സ്റ്റൈലായിരുന്നു. ഇതൊക്കെ ഞാൻ അപ്പോൾ സാറോട് ചോദിച്ചു, സാർ എനിക്കിത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു പുതിയ ഇൻഡസ്ട്രിയാണ്, ആൻഡ് ഐ ഡോണ്ട് നോ മലയാളം. ഇത്ര സ്ട്രോങ് റോള് ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ടാവില്ല, എനിക്ക് പേടിയാവും. എനിക്ക് വേണ്ട സാർ, ഐ വിൽ ആക്ട് ഇൻ തമിഴ് ഫിലിംസ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹി സെഡ് നോ നോ നോ, ഈ ക്യാരക്ടറിന് ആപ്റ്റാണ്. ഐ ഡോണ്ട് നോ, ഹി വാസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്ക് പോലും മലയാളം അറിയില്ല. ആൻഡ് ആ പടത്തിൽ ഒത്തിരി ഡയലോഗ്സ് എനിക്കാണ്. എല്ലാവരോടും, ലാലേട്ടനോടും ഊർവശിയോടും കാർത്തികയോടും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് പേടി, അവരോടൊക്കെ പോയി നിന്നിട്ട് നാണം കെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഐ കെ നോട്ട് ഡു ദിസ് ക്യാരക്ടർ, ദിസ് ഇസ് സോ ബോൾഡ്. ആൻഡ് എൻ്റെ നേച്ചർ ഐ ടോക്ക് വെരി ലെസ്. എനിക്ക് ഇത്ര ഇങ്ങനെ പടപടപടാന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ ഹി സെഡ് നോ, ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞു. സോ ആ കോൺഫിഡൻറ്റിൽ ഞാൻ ആ പടം ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഈവൻ ഐ വാസ് വെരി യങ്. ഈ 2 ഫ്രണ്ട്സ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ആ പടക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെയിം ടു നോ അബൌട്ട് ദാറ്റ്, യുനോ അതിന്റെ സ്വർഗാനുരാഗ കഥയാന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചു വെരി ക്ലോസ് ഫ്രണ്ട്സ്, വെരി പൊസസീവ് അബൌട്ട് ദാറ്റ് ഗേൾ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എടുക്കുമ്പോഴും അങ്ങനെ ഒരു സംശയം ഉണ്ടായില്ല എനിക്ക്. സോ ഇറ്റ് ഹാസ് കം ഔട്ട് സോ വെൽ. ആൻഡ് എനിക്ക് ആ സെറ്റിൽ എനിക്ക് എല്ലാവരും ഒത്തിരി എനിക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു. ലാലേട്ടനായിരുന്നു, പിന്നെ ഉർവശി, കാർത്തിക, ആൻഡ് മൈ അസോസിയേറ്റ് ഡയറക്ടർ സുരേഷ് ഉണ്ണിത്താൻ. ഹി വാസ് അമേസിങ്. ഇങ്ങനെ ഇരുത്തിയിട്ട് എല്ലാ ഡയലോഗും പഠിപ്പിച്ചു തരും. പത്മരാജൻ എന്ന സംവിധായകനോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ സഹ സംവിധായകനായും സഹയാത്രികനായും പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് മനോഹരമായ പുസ്തകം രചിച്ചുമെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഉണ്ണിത്താൻ സാർ അദ്ദേഹത്തെ ഓർക്കുന്നു. പത്മരാജ സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ ഭയങ്കര വ്യത്യസ്തതയുള്ള ആളാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് പത്മരാജ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വരാറുള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് അരപ്പട്ട കിട്ടിരാവത്തിലും കുഴവടിയും മുന്തിരിത്തുമ്പുകളും സുവാനത്തുമ്പുകളും അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾസാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പത്മരാജൻ മലയാളത്തിലെ മറ്റ് മികച്ച സംവിധായകർക്കൊപ്പം തന്നെ കിടപിടിക്കുന്ന ആളാണ്. ഭരതനും പത്മരാജനും തമ്മിൽ തുടങ്ങി വെച്ച ടീം വർക്ക് മലയാളത്തിൽ ഒരു പുതിയ ധാര തന്നെ ഉണ്ടാക്കിയെടുത്തു. പത്മരാജ സാറിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അരപ്പട്ട രാഗത്തിലും മുന്തിരിത്തുമ്പുകളും തൂവാനത്തുമ്പികളൊക്കെയാണ്. ഒരു അനുഭവം എന്നുള്ള നില എടുത്തു പറഞ്ഞാൽ പത്മരാജ സാറിൻ്റെ കൂടെ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവം എടുത്തു പറയാവുന്നതാണ്. കാരണം പല തിരക്കഥകൾക്ക് പറയുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ചിലപ്പം ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടാകത്തില്ല. അങ്ങനെ എങ്ങനെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് തിരക്കഥാകൃത്തിന് എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. സംവിധായകൻ നിലയ്ക്ക് വരുമ്പോൾ തിരക്കഥാകൃത്ത് മാറി നിൽക്കുന്ന അവസ്ഥയാണ് പത്മരാജൻ സാർ എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരേഷ് ഉണ്ണിത്താൻ സാറ് പത്മരാജൻ സാറിനെ കുറിച്ച് ഉഗ്രം പുസ്തകം എഴുതിയിട്ടുണ്ടോ? പത്മരാജനും ഓർമ്മകളും ഞാനെന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതില് ശരീരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അശോകൻ ചേട്ടനാണെങ്കിലും ശരിയാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒരു പുതിയ സിനിമ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യോ പറയോ ഫോട്ടോ അണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ ഈ പറയുന്ന വലിയ സിനിമയിലാകുന്നതിന് മുമ്പ് ഒരു ചെറിയ തീരുമാനം എടുക്കുന്നതിനകത്ത് അമ്മയ്ക്കും കൂടെ ഒരു സജഷനോ കാര്യങ്ങളോ ചോദിക്കലുണ്ടോ? അത് തിരക്കഥ എഴുതുമ്പോൾ തുടങ്ങും. ഞങ്ങൾ സാധാരണ ലൈഫില് ഒരിക്കലും വഴക്കിടാത്തവരാ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവമേ ഞങ്ങളോടില്ല. വർക്കിന്റെ പോയാൽ നേരെ തിരിയും. അദ്ദേഹം ഞങ്ങളൊക്കെ ദേഷ്യപ്പെടും കേട്ടോ, എന്നെയൊക്കെ വഴക്ക് പറയും. പക്ഷെ ഞാനൊന്ന് പറയാം, എന്നോട് ഒരേ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഒരേ ഒരു പ്രാവശ്യം. ആൻഡ് ഫോർ എ ബിഗിനർ ഐ ഷുഡ് ടെൽ ദിസ്, ഇതുമാതിരി ഒരു ലെജൻഡറി ഡയറക്ടർ, ഇതുമാതിരി ഒരു കാമൻ കൂൾ ഡയറക്ടർ കിട്ടുന്നത് ഭാഗ്യമാണ്. അത് ഐ എം റിയലി ബ്ലെസ്ഡ്. സോ ഹി വിൽ ബി വെരി കാം ആൻഡ് ക്വയറ്റ്. സെറ്റിൽ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് വെരി കൂൾലി ഒരു 2-3 ടേക്ക് പോയാലും ഹി ഈസ് വെരി കാം. ഒരു ടെൻഷനില്ല. ടെൻഷനൊക്കെ നമുക്കാണ്. അയ്യോ ഫിലിം ആണല്ലോ, അപ്പൊ ഫിലിം അല്ലേ. ഈ തമിഴിലൊക്കെ ലെൻസ് വെച്ചായിരുന്നു ആ സമയത്ത് അതിനു വേണ്ടിയാണ് എനിക്ക് കിട്ടി.
നല്ല ദേഷ്യപ്പെട്ടു. അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ആ സ്കൂളിലാണ്, അത് സ്കൂളിന്റെ പേര് മറന്നുപോയി. ആ സ്കൂളിലാണ് പിന്നെ എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ദേ കെയിം ടു നോ ദാറ്റ് ഐ എം വെയറിംഗ് ലെൻസ് ബിക്കോസ് ഓഫ് വേണു. എന്റെ ക്യാമറമാൻ ഉണ്ടല്ലോ, അവരാണ് കണ്ടുപിടിച്ചത്. ഒരു ക്ലോസപ്പ് സൂം വരുമ്പോ എന്നോട് ചോദിച്ചു, ഷാരി എന്താണ് ലെൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഹീ തോട്ട് ഐ എം യൂസിങ് ഇത് പിന്നെ സൈറ്റ് ലെൻസ് ഒക്കെ യൂസ് ചെയ്യല്ലോ, അതുമാതിരി വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചു. പ്രതികരിക്കുകയും ചെയ്യും. അപ്പോ ക്ലോസപ്പിൽ കണ്ടപ്പോ കണ്ടുപിടിച്ചു, എന്ത് ഷാരി എന്താ ലെൻസ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, ആമാ സാർ ഞാൻ ബ്ലാക്ക് ലെൻസ് വെக்கிறேன். അപ്പോ സാരി ഇരുന്ന സാരി എണീറ്റു. ശരിയല്ല ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ചൂടായി. എല്ലാരും ഉണ്ട് അവിടെ, കൊറേ പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ സ്കൂളിന്റെ എല്ലാവരുടെ മുമ്പ് എന്നെ നാണം കെട്ടുപോയി. അല്ല, ഞാൻ ആ ബുക്കിൽ വായിച്ചത് നിങ്ങൾക്ക് നല്ല പൂച്ചക്കണ്ണുണ്ടല്ലോ, ആരെങ്കിലും ഇത് ലെൻസ് വെച്ച് കറുത്ത ലെൻസ് വെച്ച് സാധാരണക്കാരാക്കിട്ടാണ് അത് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞു. ഈ ക്യാരക്ടർ ചെയ്യാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അത് അല്ലാണ്ട് ഞാൻ ചെന്നൈ വന്നിട്ട് നിന്നെ എന്തിനാ സെലക്ട് ചെയ്തു? ബിക്കോസ് ഓഫ് യുവർ ഐസ് ഓൺലി. ഇവിടെ വേറെ ഒരു പൊണ്ണും കിടക്കാതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത് ഇവിടുന്നാണ്. തിരക്കഥ എഴുതുമ്പോ അത് എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിക്കണത് ഞാനാണ്. അവിടെ ഞങ്ങള് ഭയങ്കര വഴക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടും. പലതും ശരിയായില്ല എന്ന് എനിക്ക് തോന്നും. അപ്പം ശരിയായില്ല എന്ന് അദ്ദേഹത്തിനും കൂടി തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല അവിടെ ഉണ്ടായിരുന്നാ മതി. അങ്ങനത്തുള്ള വഴക്കുകളല്ലാതെ വേറെ ഒരു കാര്യത്തിനും അദ്ദേഹം. ഞാൻ തിരക്കഥയ്ക്ക് മാത്രമല്ല ഞാൻ ചെയ്തപ്പം ജയറാമേട്ടനുണ്ട്, അശോകൻ ചേട്ടൻ, ശാരി ചേച്ചി, ഇവരൊക്കെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസിഷന് അതുണ്ട്. അവിടെയും കൂടെ ആദ്യമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നാണ് ഈ ഫോട്ടോസ് എല്ലാം കാണുന്നത്. രണ്ടുപേരും കൂടി ഇരുന്നാണ്. അശോകൻ ചേട്ടനൊക്കെ അയച്ചു കൊടുത്ത ഫോട്ടോ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അശോകന്റെ ഫോട്ടോ ഓർമ്മയുണ്ട്, എല്ലാവരുടെയും ഫോട്ടോ ഓർമ്മയുണ്ട്. ജയറാം പിന്നെ നേരിട്ട് വന്ന് കാണുമായിരുന്നു, ഫോട്ടോ അയക്കുകയല്ലായിരുന്നു, ഞങ്ങൾ നേരിട്ട് കണ്ടാണ്. അശോകൻ ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു പോയതുകൊണ്ട് അതിന്റെ നിർമ്മാതാവായ വളരെ പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ വേറെയും സൂപ്പർ ഹിറ്റ് ആയിട്ടില്ല, പത്മനാഭൻ സാറിന് തന്നെ ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവ് പ്രേം പ്രകാശ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ വന്നിട്ടുണ്ടോ? അല്ല, സ്റ്റേറ്റ്മെന്റ്. പത്മരാജനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറയാൻ പറ്റില്ല. ഇത്രയധികം ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന 2 സുഹൃത്തുക്കളായിരുന്നു ഞാനും പത്മനും. എൻ്റെ 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പെരുവഴിയമ്പലം, കൂടെ ഇവിടെ പറന്നു. പെരുവഴിയമ്പലം അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ആദ്യത്തെ ചിത്രമാണ്. അന്നു മുതലുള്ള സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. ഏറ്റവും അധികം ദുഃഖം വന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം. അപ്രതീക്ഷിതമായിട്ട് ആ വാർത്ത കേൾക്കുമ്പോൾ ഏത് ഷൂട്ടിംഗ് സ്ഥലത്ത് പോയാലും ഒരു മുറിയിൽ മാത്രം ഞങ്ങൾ താമസിക്കുമായിരുന്നു, അത്രയധികം അടുപ്പമായിരുന്നു. ഇത്രയും സിനിമകൾ എടുത്തു നിൽക്കുമ്പോഴും പെരുവഴിയമ്പലത്തിലെ പ്രൊഡ്യൂസറാണ് ഞാൻ എന്ന് പറയാൻ വളരെ അഹങ്കാരത്തോടെ എനിക്ക് പറയാൻ പറ്റും. അതിന് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ നേടിയപ്പോൾ ഞാനതിൻ്റെ എല്ലാ നന്ദിയും പ്രകടിപ്പിച്ചത് പത്മനാഭനോടാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഇന്നും വിട പറയണ്ടായിരുന്നു എന്ന് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു മാന്യ ദേഹമാണ് എൻ്റെ പപ്പൻ എന്ന് ഞാൻ പറയും. കാരണം മലയാളികളുടെ നഷ്ടമാണ്, മലയാള സിനിമയുടെ നഷ്ടമാണ്, നമ്മുടെ നഷ്ടമാണ്. ഈ ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡിൽ ഒരുപക്ഷെ മലയാളത്തിലുള്ള ഒരു കാലഘട്ടം മുഴുവനുള്ള എല്ലാ ഹീറോയിൻസിനും അവരുടെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ നടിമാരുടെയും അഭിനയത്തിന് വലിയ പിന്തുണയായ ശബ്ദത്തിൻ്റെ ഉടമ, ഒരു കൊല്ലം റിലീസാകുന്ന 100-ലധികം ചിത്രങ്ങളിൽ സ്വരം സംഭാവന ചെയ്ത ഒരു അപൂർവ പ്രതിഭ, പത്മനാഭൻ സാറിൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ ഒരാളെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, വളരെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി. ചേച്ചി, സ്വാഗതം ഒരിക്കൽ കൂടി. താങ്ക് യു. അരപ്പട്ട കെട്ടിയ ഗ്രാമമാണ്. പപ്പേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അതിൻ്റെ ഡബ്ബിങ് സമയത്താണ്. എനിക്ക് ആ വിഷ്വൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ
പത്മരാജൻ സാറിൻ്റെ സിനിമകൾ എന്നൊക്കെ. ദേശാടന കിളി കരയാറില്ല ഡബിങ്ങിന്റെ. അതില് ഈ കാർത്തികയ്ക്ക് ഞാന് ആ ആ കുക്കു പരമേശ്വരൻ എന്റെ ക്യാരക്ടറിനെ കുക്കു. കുക്കുവാണ് ആ. dub ചെയ്തത്. ഈ അരപ്പട്ടയ്ക്കകത്ത് ആർക്കാ ഡബ് ചെയ്തത്? ഉണ്ണിമേരി. ആ ആ, ശരി. ആ, അരപ്പട്ടട്ടി ഗ്രാമത്തിൽ ഉണ്ണിമേരി, ഇതില് കാർത്തിക. കാർത്തിക, പിന്നെ കരിയിലക്കാറ്റ് പോലെ കാർത്തിക. കരിയിലക്കാറ്റ് കാർത്തിക. സുമലതയ്ക്ക് ഒരു പടം ഉണ്ടല്ലോ. സുമലതയ്ക്ക് ഈ തണുത്ത വെളുപ്പാങ്കാലം. അത് തിരക്കഥയാണ് അദ്ദേഹം. തിരക്ക ആ. പത്മനാഭൻ സാറിന്റെ തിരക്കഥയുള്ള സിനിമയാണ്. പക്ഷെ ഡബിങ് അറ്റൻഡ് ചെയ്ത പപ്പേട്ടനായിരുന്നു. ഓ ഫുൾ അറ്റൻഡ് ചെയ്ത പപ്പേട്ടനായിരുന്നു. കാരണം പൊതുവെ ജോഷിയേട്ടൻ അങ്ങനെ ഡബിങ് ഇരിക്കാറില്ലല്ലോ. വരാറില്ല സ്റ്റുഡിയോ ആ, പിന്നെ അപ്പം എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ തിരക്കഥ എഴുതിയ സിനിമകൾക്കെല്ലാം പപ്പേട്ടൻ അവിടെ ഇരിക്കാറുണ്ട്. ഓ, അല്ലാതെ എഴുതി കൊടുത്തിട്ട് പോകല്ല. ഇല്ല. പ്രയാണം തൊട്ട് പ്രയാണം, ഇതാ ഇവിടെ വരെ, നക്ഷത്രങ്ങളേകാവിൽ, കുറെ സിനിമകള് അദ്ദേഹം. ഇതാ ഇവിടെ വരയില് ഞാൻ മാസ്റ്റർ രഘു എന്ന് പറയുന്ന പയ്യന്റെ വോയിസ് ഞാനായിരുന്നു. ഓ ശരി, അത് ആണോ? അതെനിക്കറിയില്ലായിരുന്നു, ഓർമ്മയില്ല. MG സോമന്റെ ചെറുപ്പമായിട്ടല്ലേ, സോമേട്ടന്റെ ചെറുപ്പമാണല്ലോ ആ പയ്യൻ. ഇതൊക്കെ ഒരു ഇന്നേ വരെ എവിടെയും വരാത്ത കാര്യങ്ങളാണ് അതെ. കേട്ടോ. ഞാനിപ്പോ അറിയാം ഏ ഇപ്പൊ അറിയാം അത് ആ. എനിക്ക് ഓർമ്മയില്ല. കേരളം മുഴുവൻ പത്മനാഭൻ സാറിന്റെ എല്ലാ സിനിമകളും അറിയുന്ന ആളായിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ദൈവം ഇതാണ് കേൾക്കണം. അതെനിക്കറിയില്ലായിരുന്നു. ആ, ആ. മാസ്റ്റർ രഘുവിന്റെ വോയിസ് അതിൽ ഞാനാണ്. ഓ ശരി. രാപ്പാടികളുടെ ഗാഥ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ കുട്ടിയുടെ, ആ കുട്ടിയുടെ പേരെന്താറുള്ള, അങ്ങനെ കുറെയൊക്കെ അത് KG ജോർജ് സാറിന്റെ. കെ ജോർജ് സാറാ. പക്ഷെ എനിക്ക് തോന്നുന്നു പപ്പേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. അപ്പൊ അങ്ങനെ അന്ന് കുറെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ പിരിഞ്ഞ നിങ്ങള് അന്ന് റേഡിയോ സ്റ്റേഷനിൽ വെച്ച് ഈ കൗമാരപ്രേമം എന്ന് പറഞ്ഞോളൂ, അത് തുടങ്ങി ഉടനെ അറിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയ ശേഷം ഒരു 5 കൊല്ലത്തെ കത്തെഴുത്ത് കാലം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാ കത്തെഴുതുമ്പോ വീട്ടിൽ പിടിക്കൂല്ലേ ഇത്? എങ്ങനെ പോസ്റ്റ് ചെയ്യും അല്ലേ? അതെങ്ങനെ? അപ്പൊ എന്റെ വേറൊരു ചെറിയമ്മയുടെ മോനുണ്ടായിരുന്നു, ആ മോഹൻ മേനോൻ എന്നാണ് പേര്. ആ മോനു എന്നാ ഞാൻ വിളിക്കുക. അവരൊക്കെ കൽക്കട്ടയിൽ ജനിച്ച് വളർന്നതാ. അവൻ BSc പഠിക്കാനായിട്ട് അവിടെ വന്നു, ചിറ്റൂര് കോളേജിലാണ് പഠിച്ചത്. അപ്പം അഡ്രസ്സ് മുഴുവൻ മോഹൻ മേനായിരുന്നു. മോഹൻ മേന്റെ പേരിലായിരുന്നു എഴുത്തുകളായിട്ട് സ്വാഭാവികം, വരുന്നത്. അറിയില്ല. അവന്റെ BSc കൃത്യമായിട്ട് ഉപയോഗത്തിൽ വന്നു. അവന് അല്ലേ? മലയാളം വായിക്കാറില്ല. ആ മലയാളം ധൈര്യമായിട്ട് കൊടുക്കാൻ വഴി. സംസാരിക്കുന്നത് പോലും വല്ലാത്തൊരു മലയാളമാണ്. ആ അവന്റെ പേരിൽ എഴുത്ത് വരും, പിന്നെ അവൻ തന്നെ മറുപടി പോസ്റ്റ് ചെയ്യാനോ ഒക്കെ. മോഹൻ മേനോനെയാണ് അതെ, ഉപയോഗിച്ചോണ്ടിരുന്നത്. മോനു. അപ്പൊ തിരിച്ച് കത്തെഴുതുമ്പോ ഏത് അഡ്രസ്സിൽ എഴുതും? സ്വന്തം അങ്ങോട്ട് അതൊക്കെ കറക്റ്റായിട്ട് എഴുതും. അത് പിന്നെ ഒന്നോ മോനുവിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ജോലിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു കൂട്ടുകാരിയെ പറ്റി ഒരു കത്തെഴുതി അയച്ചു. പാർവതിക്കുട്ടി എന്താ അത് നേരെ കൊണ്ടുപോയി ശാലിനി എന്റെ കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമയാക്കി കളഞ്ഞു എന്ന് പറയുന്നത്. കത്തെഴുതി അയച്ചതല്ല, ആ അത് എൻ്റെ കൂട്ടുകാർ, ഞങ്ങൾ ഒന്നിച്ച് 1-ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച ഒരു വല്ലാത്ത കഥയായിരുന്നു. ആ കഥ ഇത് ഈ ആകാശവാണി ഞങ്ങൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ ഇതന്നെ പണി. ആ. കഥ എന്നെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് സംസാരിക്കും. കുറേ കഴിയുമ്പോൾ അത് മുഴുവൻ കഥയായിട്ട് വരാൻ തുടങ്ങി. അപ്പം പ്രസിദ്ധീകരണങ്ങളിൽ വരാൻ തുടങ്ങി. പാർവതിക്കുട്ടി വന്നപ്പം അത് നമ്മളെ വളരെ അടുത്ത ഒരു ആളായിരുന്നു. എൻ്റെ അമ്മാവൻ എന്നോട് ഭയങ്കരമായിട്ട് പിണങ്ങുകയും. എനിക്ക് തോന്നുന്നത് അതില് ഈ നമ്മളൊരാളുടെ കഥ കേട്ടിട്ട് നമ്മള് വേറെ എഴുതുമ്പോ പേരെങ്കിലും മാറ്റുമല്ലോ. ഇത് ഒറിജിനൽ പേരിട്ടിട്ട് കഥ എഴുതി കളഞ്ഞു. അതാണ് ഈ ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു പേര്. അയ്യോ, അമ്മുക്കാശ് അമ്മുക്കാശ് എന്ന് പേരുള്ള ഒരാള്. അങ്ങനെ ഒരു പേര് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാവുമല്ലോ. അതുൾപ്പെടെ ഒറിജിനൽ പേര് വെച്ച് കഥ എഴുതി ആ കഥ ആ സിനിമയെ കാണുന്ന പോലെ അങ്ങനെ ഒരു ദുരന്തം അവസാനം ഇല്ലെങ്കിലും അതിലെ ക്യാരക്ടേഴ്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അതാ ഒരുപാട് ഈ നക്ഷത്രങ്ങളെ കാവല് വന്നപ്പോൾ ഇനി എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്നുവെച്ചാൽ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളും. അതൊരു വലിയ, അന്ന് മുതൽ ഒരുപാട് കാലത്തിന് അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് ദേഷ്യമായിരുന്നു, എല്ലാവരും ശത്രുക്കളാക്കുക. ഏതോ 2 വീട്ടുകാരും എത്രയോ നാളായിട്ട് മിണ്ടിയിട്ടില്ല എന്ന് അതാ ഈ കേട്ടിട്ടുണ്ട്. പാർവതിക്കുട്ടിയുടെ അന്ന് അവള് പിണങ്ങി. അവൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ബോംബെയിലായിരുന്നു. പക്ഷെ വീട്ടുകാർ പിണങ്ങി. ആ നമ്മുടെ അമ്മാവന്റെ വീടും ഇവരുടെ വീടും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമാണ്. ചുരുക്കം പറഞ്ഞാൽ അവര് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അമ്മാവൻ്റെ എല്ലാ കാര്യത്തിനും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവിടെ അവരുടെ കൂടെ ഉണ്ടാവും. അവരുടെ കഥയാണ് ഈ എഴുതിയത്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടുത്തെ കാര്യസ്ഥൻ ഓടി വന്ന് പറഞ്ഞു, ഇതാ ഒരു കഥ എഴുതിയിരിക്കണു, എന്താ ഇവിടുത്തെ പിന്നെ DSP വിശ്വനാഥൻ നായരുടെ മകളെക്കുറിച്ചാണ്, എന്താ നാരായണിക്കുട്ടിയെക്കുറിച്ചാണ് കഥ എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞ് അവിടെ വന്ന് ആ പുസ്തകവും കൊണ്ട് അവിടെ വന്നു. അന്ന് പേര് അതിൽ എൻ്റെ പേരും ഉണ്ട്. എന്നെ വീട്ടിൽ തങ്കം എന്നാണ് വിളിക്കുക. അതിൽ തങ്കം എന്നുള്ള പേരും ഉണ്ട്. അമ്മുക്കാശ് എന്തിനു പറയുന്നത്, എല്ലാവരുടെയും പേരും ഉണ്ട്. ആരാണ് വായിച്ചവർക്ക് മുഴുവൻ അത് ആരാണ് എന്നുള്ളതെല്ലാം മനസ്സിലായി. അന്ന് അമ്മാവൻ പിണങ്ങിയതാണ് എന്നോട്. പിന്നെ ഒരുപാട് വർഷങ്ങൾ അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല. പപ്പേട്ടൻ പൊതുവെ ഈ വോയിസിന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. ശബ്ദങ്ങളെ തെരഞ്ഞെടുക്കുക. ആകാശവാണി ജോലി ചെയ്തിട്ടുള്ള ശബ്ദത്തിന് ഒരുവിധപ്പെട്ട ആകാശവാണിയിലുള്ളവരെയൊക്കെ സിനിമയിൽ ഡബിങ് ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വരെ ഡബ് ചെയ്തിട്ടുണ്ട്. ഓ, ഏതിലാ ചേച്ചി? ആദ്യം തുടക്കത്തിലുള്ള ഏതൊക്കെയോ പടത്തിലുണ്ട്. പെരുവഴി അമ്പലത്തിലുണ്ടോ ആയിരുന്നോ? വളരെ ഫയൽവാൻ വോയിസ് കൊടുത്ത ചേട്ടനാ. അതെ അതെ അതെ. ഒരിടത്തൊരു വോയിസ് കൊടുത്തത്. അമ്മയും കുറെ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഞാനിപ്പോ റഹ്മാൻ, അശോകൻ ചേട്ടൻ, ജയറാം, ഇങ്ങനെ ആളെ സെലക്ട് ചെയ്യുന്നതിൽ പത്മനാഭൻ സാർ വിദഗ്ധനായിരുന്നല്ലോ. അങ്ങനെ സെലക്ട് ചെയ്ത ആള് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് പിന്നീട് വളരെ പോപ്പുലർ ആയത്. ആക്ടറാണ് കൃഷ്ണേന്ദ്രൻ. ഓർക്കുന്നു. പത്മരാജൻ സാർ ഇല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വരിക എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അദ്ദേഹമാണ് 1974 ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ടൂറ് പോയി. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി താജ്മഹലൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് VV ഗിരിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ബാലലോകം പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തത് പത്മരാജൻ സാറാണ്. അപ്പോൾ ആ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് പാലക്കാട് പഠിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് വാങ്ങിച്ചു. അതെന്തിനാണെന്നും ആ സമയത്ത് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അദ്ദേഹം എനിക്കൊരു എഴുതുന്നതും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ പ്ലാൻ ഉണ്ട്, ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കണം. പിന്നീട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന രഥനിർവേദം എന്നുള്ള സിനിമ നടന്നത്. എന്ന് വെച്ചാൽ ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണെന്ന് അർത്ഥം. പത്മനാഭൻ സാറിന് തോന്നിക്കാണ് ഇവനൊരു 10ാം ക്ലാസ് വയസ്സിൻ്റെ വളർച്ചയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും പപ്പേട്ടനാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും പപ്പേട്ടൻ പലപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നെല്ലിയാമ്പതിയിൽ. പിന്നെ ഡബ്ബിങ് സമയത്തൊക്കെ എന്നെ വളരെയധികം, ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ സ്വന്തം ശബ്ദമായിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡുലേഷനെ പറ്റിയിട്ടൊക്കെ പപ്പേട്ടനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു തരുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഡബ്ബിംഗ് എന്നുള്ളൊരു മെയിനായിട്ട് തൊഴിലായിട്ട് വരേണ്ടി വന്നു കുറേ കാലത്തിന് ശേഷം, റഹ്മാന് വേണ്ടിയൊക്കെ. അതും പപ്പേട്ടനാണ് അതിൻ്റെ പിന്നിലുള്ളത്. കാണാമറയത്തെന്നുള്ള ശശിയേട്ടൻ്റെ പടത്തിൽ അതേസമയം തന്നെ ഭരതേട്ടൻ്റെ ഇത്തിരി പൂ വെച്ച് വന്ന പോയി. അപ്പോൾ എൻ്റെ എല്ലാ വിധത്തിലും എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള 3 പേരെ പറ്റി ഓർക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന പപ്പേട്ടൻ തന്നെയാണ്. പപ്പേട്ടനെ മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു കൃഷ്ണേന്ദ്രൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനും ഈ കൃഷ്ണേന്ദ്രൻ്റെ അച്ഛൻ തമ്പുരാനും കൂടെ ദിവസവും നടക്കാൻ പോകും. അന്ന് ഒരു ഫോട്ടോ ഈ രഥനിർവഹണത്തിൻ്റെ ആലോചന നടക്കുന്ന സമയമാണ്. അപ്പോൾ ഫോട്ടോ തരാൻ പറഞ്ഞു. ഫോട്ടോ വാങ്ങിച്ചു വെച്ചു. ഞാനാണ് അച്ഛനെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ മോനെ അഭിനയിപ്പിക്കണം എന്ന് തമ്പുരാനോടൊന്ന് പറയണം എന്ന് വിളിച്ച് പറയുന്നത്. തിരിച്ച് ഇവിടെ വന്നാൽ ഇപ്പം ഇത്രയും നാളുകൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നു പോവുക, കേരളത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം ഈ സോഫി എന്ന് പറയുന്നൊരു ക്യാരക്ടറിൻ്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ ക്യാരക്ടറിൻ്റെ ഇമ്പാക്റ്റ് എത്തുമാത്രം ഉണ്ടായിരുന്നതിന് ശേഷവും ഇപ്പോഴും അത് ആ പടത്തിന് ശേഷം എന്നെ ഷാരിന്ന് ആരും വിളിക്കില്ല. ആര് നോക്കിയാലും എന്നെ സോഫിന്ന് വിളിക്കും. പക്ഷെ ആ പടം എനിക്ക് വരാൻ കാരണം ചേച്ചിയാണ്. യെസ്, ബിക്കോസ് ആ പടത്തിന് നായികയെ തിരക്കി പത്മരാജൻ സാർ ചെന്നൈ വന്നിരുന്നു. കുറേ ആൾക്കാരെ നോക്കി, ഒന്നും സെറ്റായില്ല. പിന്നെ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനെ ഷാരി നല്ലോണം അഭിനയിച്ചിട്ടുണ്ടല്ലോ പ്രീവിയസ് പടത്തിൽ, വൈ ഡോണ്ട് യു സെലക്ട് ഹർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ ഓഫർ എനിക്ക് കിട്ടിയത്. സോ അങ്ങനെ അയ്യോ അത് ഒരു നല്ല, പിന്നെ ഒന്നും കഥയൊന്നും ഒന്നും അറിയാതെ ഞാൻ ലൊക്കേഷന് പോയി. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ആ കഥ ഒരു ചെറിയ ഒരു ലൈനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞ വാക്ക് ഇങ്ങനെ ഷാരിക്ക് ഇതിൽ ഒരു അവാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു.
ഞാൻ വിചാരിച്ചു അത് അത്രയ്ക്ക് സീരിയസ് ആയി എടുത്തില്ല ഞാൻ. ഐ തോട്ട് ഓക്കെ, എനിക്ക് ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി, എൻകറേജ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ബട്ട് ഫോർ ദാറ്റ് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം ഫെയർ അവാർഡ് കിട്ടി, ക്രിട്ടിക്സ് അവാർഡ്, ഇങ്ങനെ പലതും. ഹി വാസ് വെരി കോൺഫിഡൻറ്റ്.